ഇതാണ് ഭൂട്ടാനിലെ പാറോ ഇന്റർനാഷണൽ എയർപോർട്ട്. ഇത് ഭയങ്കര ഡേഞ്ചറസ് എയർപോർട്ടാണ്. പിന്നെ ഇതിലേക്ക് ആകെ 8 പൈലറ്റുകൾക്കാണ് സർട്ടിഫൈഡ് ഉള്ളത് ഈ എയർപോർട്ടിൽ ഫ്ലൈറ്റിൽ ഇറക്കാനുള്ള. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് ഭൂട്ടാനിൽ. അപ്പോൾ ഭൂട്ടാനിലെ കുറച്ച് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ എപ്പിസോഡ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഞാനിപ്പോൾ ഉള്ളത് ഭൂട്ടാനിലെ പാറോ എന്ന് പറഞ്ഞ സിറ്റിയിലുള്ളത്. ഇനി നമ്മൾ ഇവിടുത്തെ ഒരു എയർപോർട്ടും ഈ ഒരു ടൗണിലൂടെ ഉള്ളൊരു ചെറിയൊരു കറക്കമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. നമ്മളെ വണ്ടി നിർത്തിയിട്ട സ്ഥലമുണ്ട്, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ ഇതിനെപ്പറ്റി മുമ്പ് പറഞ്ഞിരുന്നു, ഈ ചുവപ്പ് നമ്പറിനെ പറ്റിയിട്ടും പച്ച നമ്പറിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മളുടെ വണ്ടി ഇതാണ്, BT1A 7401. അപ്പോൾ അതിൽ കയറി പോവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പാറോൻ്റെ ടൗണിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ളൊരു ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്, അപ്പോൾ അത് കാണാൻ പോവാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ പാറോ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പകൽ സമയത്ത് നല്ല നേരിട്ടുള്ള കാഴ്ചയുള്ള സാഹചര്യത്തിൽ മാത്രമേ ഇവിടെ വിമാനം ഇറക്കാൻ അനുവദിക്കുള്ളൂ. 2011 വരെ ഭൂട്ടാനിലെ ഏക വിമാനത്താവളമായിരുന്നു പാറോ ഇൻ്റർനാഷണൽ വിമാനം. നമ്മുടെ ഇവിടുത്തെ തലസ്ഥാനം ഉണ്ടല്ലോ ടിംഫുവിൽ നിന്ന് റോഡ് വഴി ഈ വിമാനത്താവളത്തേക്ക് 54 കിലോമീറ്ററാണ് ദൂരമുള്ളത്. അതായത് ഇവിടെ മൂടൽമഞ്ഞോ പിന്നെ അങ്ങനത്തെ വല്ല കാലാവസ്ഥ ബുദ്ധിമുട്ടൊന്നും ഉണ്ടെങ്കിൽ ഇവിടെ വിമാനം ഇറക്കൂല. ഈ ഭൂട്ടാനിൻ്റെ ആദ്യത്തെ വിമാന കമ്പനീൻ്റെ പേര് ഡ്രൂക്ക് എയർലൈൻസ്. അത് 1981 ഏപ്രിൽ 5 ആരംഭിച്ചിരുന്നത്. ഇതാണ് പാച്ചു നദി. അതായത് പാറോ ചൂ എന്നും പറയും, പാച്ചു എന്നും പറയും. ചൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞിരുന്ന നദീനെയാണ് ഇവർ ചൂ എന്ന് ഉപയോഗിക്കുക. പിന്നെ പാറോ എന്നുള്ള ആ ഒരു സ്ഥലത്തിൻ്റെ തൊഴിലുള്ളതുകൊണ്ടാണ് ഇതിന് പാറോ ചൂ എന്ന് പറയും. അതിനെ ചുരുക്കിയിട്ട് പാച്ചു നദി എന്നും ഇവർ വിളിക്കും. ശരിക്കും പേര് പാറോ ചൂ എന്നാണ്, പക്ഷേ എല്ലാവരും അറിയപ്പെടുന്നത് പാച്ചു എന്നുള്ള പേരിലാണ്. ഇവിടുത്തെ റോഡൊക്കെ വളരെ വീതി കുറവാണ്, കാരണം അത്രയുള്ള ജനസംഖ്യയും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ റോഡൊക്കെ നല്ല സൂപ്പർ റോഡാണ്, അങ്ങനെ കുണ്ടും കുഴിയൊന്നും പൊതുവെ കാണാനില്ല. അപ്പോൾ നമ്മുടെ കാറ് ഇവിടുത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പരിസരത്ത് എത്താനായിട്ടുണ്ട്. ഇനി അവിടെ നിർത്തിയിട്ട് പുറത്തുനിന്ന് ആ കാഴ്ചകളൊക്കെ കാണാം നമുക്ക്. ഇവിടുത്തെ മതിലിൻ്റെ കല്ലുകൾ കണ്ടോ നിങ്ങൾ? ഇതാണ് ഭൂട്ടാനിലെ പാറോ ഇന്റർനാഷണൽ എയർപോർട്ട്. ഇത് ഭയങ്കര ഡേഞ്ചറസ് എയർപോർട്ടാണ്. പിന്നെ ഇതിലേക്ക് ആകെ 8 പൈലറ്റുകൾക്കാണ് സർട്ടിഫൈഡ് ഉള്ളത് ഈ എയർപോർട്ടിൽ ഫ്ലൈറ്റിൽ ഇറക്കാനുള്ള. അപ്പോൾ ഈ എയർപോർട്ടാണിത്. അതിൻ്റെ അപ്പുറത്ത് മല, ഇപ്പുറത്ത് പാറു ഇന്റർനാഷണൽ എയർപോർട്ട്, തൊട്ടടുത്ത് പാറു പാച്ചു റിവർ. ഇത് മെയിൻ ഹൈവേ റോഡാണ് ഈ കാണുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ഒഴിഞ്ഞ സ്ഥലം, പിന്നെ റിവറ്, പിന്നെ ഒരു റോഡ്, പിന്നെ എയർപോർട്ട്, പിന്നെ ചെറിയ റോഡ്, പിന്നെ മല. റിവറ്, റോഡ്, എയർപോർട്ട്,
ഈ ഒരു ഭാഗത്തു നിന്നാണ് എയർപോർട്ടിൻ്റെ നല്ല വ്യൂ കിട്ടുക. ആ ഒരു ഭാഗത്തുകൂടി വാഹനങ്ങൾ പോകണ്ടില്ല, അത് താഴ്ന്നു നിൽക്കുന്ന ഭാഗമാണ്. പിന്നെ എൻ്റെ തൊട്ടടുത്താണ് ഈ പാച്ചു റിവർ നിൽക്കുന്നത്, കണ്ടില്ലേ? അത് താഴ്ന്നിട്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഭാഗത്താണ് വേറെയുള്ള ഭാഗം. മറ്റേ ഭാഗത്ത് റോഡുണ്ട്, എയർപോർട്ടിൻ്റെ 2 സൈഡിൽ കൂടി റോഡ് പോകുന്നുണ്ട്. മറ്റേ ഭാഗത്തുള്ള എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടി പോകുന്ന റോഡും ഇതേപോലെ താഴ്ന്നിട്ടുള്ള ഒരു ഭാഗമാണ്. അങ്ങ് ദൂരെ അവിടെയും കണ്ടില്ല മലകൾ. ഞാൻ നിൽക്കുന്നതിൻ്റെ ബാക്ക് ഭാഗത്തും മലകളുണ്ട്, എൻ്റെ നേരെ ഓപ്പോസിറ്റും മലകളുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി എയർപോർട്ടിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം അതിനെ പറ്റിയിട്ട്. 1968 ഇന്ത്യൻ ബോർഡർ റോഡ്സ് ഉണ്ട് ഓർഗനൈസേഷന്. അവരാണ് ഈ പാറോ തായ്വരയിൽ വിമാനം ഇറക്കുന്നതിനുള്ളൊരു സ്ട്രിപ്പ് ആദ്യം നിർമ്മിച്ചത്. അത് എന്തിനാ വെച്ചാൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഹെലികോപ്റ്ററുകൾക്ക് ഭൂട്ടാൻ ഗവൺമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുവാനാണ് ഈ ഒരു എയർ സ്ട്രിപ്പ് ആദ്യം ഇവിടെ ഉപയോഗിച്ചത്. ഇപ്പോൾ ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടിയാണ് പോകുന്നത്, നമ്മൾ പാച്ചുവിന് ക്രോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ റോട്ടിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടോളാം. ഞാൻ കൂട്ടത്തിൽ കൂടി ഇവിടുത്തെ എയർപോർട്ടിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ എയർപോർട്ട് വളരെ ആഴമുള്ളൊരു തായ്വരയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 7332 അടി ഉയരത്തിലാണ് വിമാനത്താവളം ഉള്ളത്. ഇതിൻ്റെ ചുറ്റുമുള്ള പർവ്വതങ്ങൾ 18,000 അടി ഉയരമുള്ള പർവ്വതങ്ങളാണുള്ളത് ഇതിൻ്റെ പരിസരത്തുള്ളതൊക്കെ. ആകെ ഈ വിമാനത്താവളത്തിൻ്റെ റൺവേക്ക് 3900 അടി നീളാണുള്ളത്. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ 3900 അടി എന്നതിൻ്റെ റൺവേൻ്റെ ഉണ്ടായിരുന്ന ഇതിൻ്റെ തുടക്കത്തിൽ. പിന്നെ 1990 കാലഘട്ടത്തിൽ പിന്നെ റൺവേയുടെ നീളം 6445 അടിയായിട്ട് വർദ്ധിപ്പിച്ചിട്ട് പിന്നെ കൂടുതൽ ഭാരമുള്ള വിമാനങ്ങളൊക്കെ ഇറങ്ങാനുള്ള സൗകര്യമായി. മുമ്പ് വളരെ 18-20 സീറ്റുള്ള വിമാനങ്ങളായിരുന്നു അന്ന് ഇറങ്ങിയിരുന്നത്. ഇതിൻ്റെ സൈഡിൽ കൂടി അങ്ങനെ നമ്മുടെ പാച്ചു പോകുന്നുണ്ട്. ഇവിടുത്തെ കൊടികൾ ഇങ്ങനെയാണ് കുത്തനെ വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ആക്കിയിട്ടില്ല. ഇതിവിടുത്തെ പെട്രോൾ പമ്പാണ്. 2010 ഓഗസ്റ്റ് മുതൽ പിന്നെ ബുദ്ധ എയർ ഈ പാറയിലേക്ക് ചാർട്ടർ ചെയ്ത്. അങ്ങനെയാണ് ആദ്യത്തെ ഭൂട്ടാനിലെ സ്വകാര്യ വിമാന കമ്പനിയായ ടാഷി എയറും 2014 ഡിസംബറിലാണ് ഇവിടെ സർവീസ് ആരംഭിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, ഈ വിമാനത്താവളത്തിലേക്ക് ഏകദേശം 8 പിന്നെ വിദഗ്ധരായ പൈലറ്റുമാർക്കുള്ളും അനുമതിയുള്ളൂ. മറ്റുള്ളവർക്കൊന്നുമില്ല ഈ എയർപോർട്ടിലേക്ക് വിമാനം ഇറക്കാനുള്ള. ഭൂട്ടാനിൽ ഈ മലകൾക്ക് നടുവിലാണ് എയർപോർട്ടെങ്കിൽ നമ്മളെ ലക്ഷദ്വീപിൽ അഗത്തിയിൽ പിന്നെ കടലിൻ്റെ നടുവിലാണ് എയർപോർട്ടുള്ളത്. അവിടെ ഞാൻ പലതവണ പോയിക്കുന്നത്, പക്ഷേ ഇവിടെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഇറങ്ങണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഫ്ലൈറ്റ് ടിക്കറ്റൊന്നും ഞാൻ വരുന്നോട് ബന്ധപ്പെട്ടിട്ട് കിട്ടിയിട്ടില്ല. ഇനി പിന്നെ ഇൻഷാ അല്ലാഹ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വരണമെന്നുണ്ട്. വിമാനത്തിലൂടെ ഇറങ്ങാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ലക്ഷദ്വീപിൽ ഇതേപോലെ തന്നെ പിന്നെ ഏകദേശം ഒരു 70 സീറ്റുള്ള വിമാനങ്ങൾക്കുള്ള അവിടെ അനുമതിയുള്ളൂ. പക്ഷേ തിരിച്ചു പോകുന്ന സമയത്ത് അതിൽ 65 ആൾക്കാർ 60 ആളുകളും കൊള്ളു. കാറ് പിന്നെ കടലിൻ്റെ വക്കിനായതുകൊണ്ട് പിന്നെ അവിടെ നമ്മുടെ എന്താ പറയുക ഈ കാറ്റിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ പൈലറ്റ് കാറ്റിൻ്റെ സ്പീഡും കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വിവരം പുറത്തേക്ക് കൊടുക്കും. എന്നിട്ട് അവിടുന്ന് പിന്നെ എമർജൻസിക്ക് ബാക്കി പോകാൻ ആരും താല്പര്യമുള്ളവർക്ക് അങ്ങനെ പോവാം. ഞാനും അങ്ങനത്തെ ഒരു തവണ പോന്നിട്ടുണ്ടായിരുന്നു. വെയിറ്റിംഗ് ലിസ്റ്റിൽ 5 പേർക്ക് അവിടെ അലൗഡ് ഉണ്ട്. അപ്പോൾ പൈലറ്റ് സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ ഈ 5 പേരെയും അങ്ങോട്ടേക്ക് ഫ്ലൈറ്റിലേക്ക് കയറ്റും. അതൊരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ലക്ഷദ്വീപിൽ ഇതേപോലെ കപ്പലിന് പോലും ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഫ്ലൈറ്റിന് വേറൊരു അനുഭവം, കപ്പലിന് വേറൊരു അനുഭവം. 2 വഴിക്കും പോകണം ലക്ഷദ്വീപിലേക്ക്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല 4 എയർപോർട്ടാണ് ഉള്ളത് ഇവിടെ. അതിൽ ഒന്ന് ഇൻ്റർനാഷണൽ, അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്, പാരോ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അത് ഈ പാരോയിലാണ് ഉള്ളത്. പിന്നെ ട്രാഷിഗാങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് യോങ്ഫുല എന്ന് പറഞ്ഞ വിമാനത്താവളമുണ്ട്. അതേപോലെ ജക്കാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബുംതാങ് എന്ന് പറഞ്ഞൊരു വിമാനത്താവളമുണ്ട്. അതുപോലെ സർപ്പാങ് ജില്ലുണ്ട്, അവിടെ ഒരു ഗൾഫ് എന്ന് പറഞ്ഞിട്ടുള്ള വിമാനത്താവളമുണ്ട്. ഈ ഒരു 3 വിമാനത്താവളവും ഇവിടുത്തെ ഡൊമസ്റ്റിക് എയർപോർട്ടാണുള്ളത്. ഒന്ന് മാത്രമാണ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉള്ളത്. ഈ 4 എയർപോർട്ടിലും കൂടിയിട്ട് ഏറ്റവും ചെറിയ എയർപോർട്ടിൻ്റെ രസം ഏതാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാരോ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഏറ്റവും ചെറിയ എയർപോർട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണാം. ഞാൻ ഇവിടെ നിർത്തുകയാണ്.
അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.